ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഓർ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈവൻ ദ സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ, ലാർജ് സ്കെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈക്രോ ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫിനാൻസ് വേണം. ഫിനാൻസ് ഉണ്ടെങ്കിലേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. ഫിനാൻസ് ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഫിനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഫിനാൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് ലോൺ രൂപത്തിൽ അല്ലെങ്കിൽ അഡ്വാൻസ് രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സോ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് അവർക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലോണ് സാങ്ഷനായിട്ട് ആ ലോണ് യഥാർത്ഥത്തിൽ ആ ഒരു ഓൺട്രപ്രനറിയറുടെ അടുത്ത് ഓർഗനൈസേഷൻ തുടങ്ങാൻ പോകുന്ന അയാളുടെ കയ്യിലെത്തുന്നത് വരെ ഒരു ടൈം ലാഗ് ഉണ്ടായിരിക്കും. അതൊരുപാട് ടൈം പിടിക്കും. ആ ലോണ് സാങ്ഷനായിട്ട് അയാളുടെ കയ്യിലെത്തുന്നത് വരെ ഒരുപാട് ടൈം പിടിക്കും. ആ ഒരു ടൈം ലാഗിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ ഒരു കോൺസെപ്റ്റാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കോ എന്ത് ചെയ്യും? ഈ ഒരു ഓൺട്രപ്രീനർഷിപ്പ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ലോണ് അയാൾക്ക് സാങ്ഷൻ ചെയ്യും. ആ ലോൺ സാങ്ഷൻ ചെയ്യുന്നത് മുതൽ അയാളുടെ യഥാർത്ഥത്തിൽ ആ ഓൺട്രപ്രീനറുടെ കയ്യിലെത്തുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ടൈം ലാഗ് ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ മാനേജർ പറയും, ഇന്ന സർട്ടിഫിക്കറ്റ് വേണം, ആ ലോൺ കിട്ടണമെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് വേണം, ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി വെക്കണം, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നികുതി അടച്ച റെസിപ്റ്റ് വേണം, അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും? ഒരുപാട് ടൈം ലാഗ് എടുക്കും. ആ ലോണ് അയാളുടെ കയ്യിൽ സാങ്ഷനായിട്ട് അയാളുടെ കയ്യിലെത്തുന്നത് വരെ ഒരുപാട് ടൈം പിടിക്കും. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രിഡ്ജ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പാലം. ആ പാലത്തിൻ്റെ അങ്ങേ അറ്റം എന്തായിരിക്കും? അതായത് ലോൺ സാങ്ഷനായിട്ട് നിൽക്കായിരിക്കും. ഇപ്പുറത്തെ അറ്റത്തിൽ എന്തായിരിക്കും? അയാളായിരിക്കും. ആ തുടങ്ങാൻ പോകുന്ന അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രണ്ട് ഗ്യാപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് നമുക്ക് നോക്കാം. Bridge capital is the advance given to cover the finance requirement during the time lag between the sanctioning and disbursement of term loan by financial institutions or commercial bank. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കോ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുമ്പോൾ ആ ഫിനാൻസ് സാങ്ഷൻ ചെയ്യുന്നത് മുതൽ അയാളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ അയാളുടെ ആ ഓൺട്രപ്രനറിയുടെ കയ്യിൽ സാങ്ഷൻ ചെയ്യുന്നത് മുതൽ ഡിസ്ബേഴ്സ്മെൻറ്റ്, അതായത് അത് അയാളുടെ കയ്യിലെത്തുന്നത് വരെയുള്ള ആ ടൈം ലാഗ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാപിറ്റലാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. It is an assistance given for a short period to help the borrower for overcoming the delay in the disbursement of a sanctioned term loan in getting the proceeds of public issue. അതായത് നമ്മളിപ്പോൾ ഒരു ലാർജ് ഓർഗനൈസേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാർജ് ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും? പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരിക്കും. ആ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തുമ്പോഴത്തേനും നമ്മളത് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇക്വിറ്റി ഷെയറും എല്ലാ ഷെയറും രജിസ്റ്റർ ചെയ്ത് കോൾ ചെയ്ത് ഒരുപാട് അലോട്ട്മെൻ്റ് ഒക്കെ അടച്ച് ഒരുപാട് ടൈം പിടിക്കും നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ആ പബ്ലിക് ഇഷ്യൂന്ന് അങ്ങനെ ആ ക്യാഷ് ലാഗ് ഉണ്ടെങ്കിൽ, ടൈം ലാഗ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലാന്ന് ഈ
ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡ് അസിസ്റ്റൻസ് ആണ് ഗിവൺ ടു ദ ഓൺടർപ്രിനിയർക്ക് ഓൺടർപ്രിനിയർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുന്ന ഒരു ഷോർട്ട് പീരിയഡിലുള്ള ഒരു അസിസ്റ്റൻസ് ആണ് ഇത് ബ്രിഡ്ജ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസെന്നോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കെന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസെന്നോ ലോൺ കിട്ടാൻ എന്ത് ചെയ്യും, ആ ലോൺ സാങ്ഷനായിട്ട് അയാളുടെ കയ്യിലെത്തുന്നത് വരെ ഒരുപാട് ടൈം പിടിക്കും. അങ്ങനെ ടൈം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷന് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അതെന്ത് ചെയ്യും, അത് ഡ്യൂറേഷൻ പിന്നെയും വേണ്ടി വരും. കാരണം ക്യാഷ് ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യില്ല, ഫിനാൻസ് ഇല്ലാതെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ടൈം ലാഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആർക്ക് കൊടുത്തിട്ടുള്ളത്, ഓൺടർപ്രിനിയേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ബ്രിഡ്ജ് ക്യാപിറ്റൽ ഓർ ബ്രിഡ്ജ് ഫിനാൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും ഈ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അസിസ്റ്റൻസ് ഓൺടർപ്രിനിയേഴ്സിന് കൊടുക്കുക. Bridge financing bridges the gap between the time of sanctioning of the loan and the time of receiving the loan. ബ്രിഡ്ജ് ഫിനാൻസ് എന്നല്ലെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാങ്ഷനിങ് ഓഫ് ദ ലോൺ ആൻഡ് ദ ടൈം ഓഫ് റിസീവിങ് ദ ലോൺ, സാങ്ഷൻ ചെയ്യുന്നത് മുതൽ അയാളുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ടൈമിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടൈമിൻ്റെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രിഡ്ജ് ഫിനാൻസ് നോർമലി യൂസ്ഡ് ടു മീറ്റ് കമ്പനി ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. ഈ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് നമ്മൾ നോർമലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫോളോവിങ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഒന്നാമത്തത്, approval time for bridge finance is typically shorter than those for bank issued loans. ബെനിഫിറ്റ്സ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ടൈം ഷോർട്ട് പീരിയഡാണ്. കാരണം നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിനെക്കാട്ടിയും കുറവ് ഡ്യൂറേഷനിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ഇപ്പോൾ ഒരു 2-3 മാസം പിടിക്കും. അതിൻ്റെ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ്, ബ്രിഡ്ജ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. നമുക്ക് ഈ ബ്രിഡ്ജ് ക്യാപിറ്റൽ നമ്മളെ ഓർഗനൈസേഷൻ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്രിഡ്ജ് ക്യാപിറ്റൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then most lenders offer bridge finance up to 80% of the value of the borrower's current property. Most lenders offer bridge finance. ഈ ബ്രിഡ്ജ് ഫിനാൻസ് കൊടുക്കുന്നത് ആരാന്ന് പറഞ്ഞു, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെന്ന് പറഞ്ഞു. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈ ബ്രിഡ്ജ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബോറോവറുടെ അതായത് കടം കൊടുക്കുന്ന ആളുടെ കറൻറ്റ് പ്രോപ്പർട്ടിയിൽ 80% എന്തുണ്ടായിരിക്കും, അവർ അത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കും. ആണ് മോസ്റ്റ് ലെൻഡേഴ്സ് ഓഫർ ബ്രിഡ്ജ് ഫിനാൻസ് അപ് ടു 80% ഓഫ് ദ വാല്യൂ ഓഫ് ദ ബോറോവേഴ്സ് കറൻറ്റ് പ്രോപ്പർട്ടീൻ്റെ മേലിൽ 80% ആണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ലോണായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾക്കിപ്പോൾ 1 കോടിയുടെ ആസ്തി ഉണ്ട് അയാളുടെ കയ്യിൽ. അപ്പോൾ 1 കോടിയാണ് എന്ത് ചെയ്തത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ആ 1 കോടിയുടെ 80% എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അയാൾക്ക് ലോണായിട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റലായിട്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഒരു അസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു അസിസ്റ്റൻസ് ആണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നമ്മുടെ സൊസൈറ്റിയിൽ മെനി യങ് men and women are not able to set up enterprises. നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻ ആയിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർ നോട്ട് ഏബിൾ, അവരുടെ കയ്യിൽ ഫിനാൻസോ അല്ലെങ്കിൽ അവർക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്സ് കാര്യങ്ങൾസൊന്നും എന്തുണ്ടായിരിക്കില്ല, അവരുടെ കയ്യിലുണ്ടായിരിക്കില്ല.
അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഈ ഒരു അങ്ങനെ ഒരു ഓർഗനൈസേഷൻ, സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അവർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്ക്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എന്ത് ചെയ്യുന്നില്ല, ഈ അവർക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് ന്യൂ ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല, ഫിനാൻസ് കൊടുക്കാൻ അവർ റെഡി ആവുന്നില്ല, അവർ മുന്നോട്ട് വരുന്നില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സോ അവർക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് അവരുടെ പ്രൊജക്റ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, അവർ മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദ ഇൻഎബിലിറ്റി ടു ബ്രിങ് ഇൻ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. കാരണം ഇപ്പോൾ നമ്മുടെ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ്, ന്യൂലി ആയിട്ടുള്ള മെൻ അല്ലെങ്കിൽ വുമൺ ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ന്യൂലി ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അവരുടെ തുടങ്ങുമ്പോൾ അവരുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടുമോ കിട്ടൂല അല്ലെങ്കിൽ ലോസ് ആവോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ആര് കൊടുക്കാത്തത്, ലോണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കോ അവർക്ക് ലോൺ കൊടുക്കാത്തത്. കാരണം അവർ റീപേയ്മെൻറ്റ് നടത്തുമോ എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവർ ഈ ആൾക്കാർക്ക്, അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, ലോണോ കാര്യങ്ങളോ അവർക്ക് അഡ്വാൻസ് കാര്യങ്ങളോ അവർക്ക് കൊടുക്കാൻ അവർ റെഡിയല്ല. അങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണ് ഈ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്ക് എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വന്നത്. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു IDBI ബാങ്ക് മുന്നോട്ട് വന്നു. ഈ IDBI ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഇത്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഇങ്ങനത്തെ ന്യൂലി ആയിട്ട് തുടങ്ങാൻ പോകുന്ന ആൾക്കാരെ ഹെൽപ്പ്, ഒരു ഫിനാൻസ് ഇല്ലാത്ത ആൾക്കാരെ ഫിനാൻസ് കൊടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുക, അവർ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഈ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ് ടു ക്രിയേറ്റ് ന്യൂ ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് ഹു ഹാവ് ദ ഓൺട്രപ്രണർഷിപ്പ് ക്വാളിറ്റീസ് ബട്ട് ഹൂസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ന്യൂ ജനറേഷൻ ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, സൊസൈറ്റിയിൽ ന്യൂ ജനറേഷൻ ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ആ ന്യൂ ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഇൻഫർമേഷൻസും എഡ്യൂക്കേഷൻസും എല്ലാ കാര്യങ്ങളും എന്തുണ്ട് അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരുടെ ഫിനാൻസസ് ആർ ലിമിറ്റഡ് ആണ്. അവർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എന്തുണ്ടാവില്ല, അവരുടെ കയ്യിലുണ്ടായിരിക്കില്ല. പക്ഷേ അവർക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസും അവർക്ക് അതിന് അറിവും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, ഫിനാൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഓൺട്രപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക, ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻസ് കൊടുക്കുന്നതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സ്കീമാണിത്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഇനീഷ്യൽ ഫണ്ട് ഓർ മണി വിച്ച് ഈസ് റിക്വയർഡ് ബൈ എ ബഡ്ഡിങ് ഓൺട്രപ്രണേഴ്സ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് വെഞ്ചർ. ഒരു ന്യൂ ബിസിനസ് വെഞ്ചേഴ്സ് തുടങ്ങാൻ ആവശ്യമായിട്ട് ഓൺട്രപ്രണേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ ഫണ്ട്, തുടങ്ങാൻ എന്ത് വേണം, ഇനീഷ്യലായിട്ട് ഫണ്ട് വേണം. ആ ഇനീഷ്യൽ ഫണ്ട് സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിത്ത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, ഇനീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുത്തുകൊണ്ട് ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് ഹിയർ റെഫേഴ്സ് ടു ദ ബിസിനസ് വിച്ച് ഈസ് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ്. സീഡ് എന്ന് പറയുന്നത് സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് വിച്ച് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ആ സ്റ്റേജിലുള്ള ബിസിനസ്സിനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ മണി ഓഫ് ഫണ്ട്സ് റിക്വയർഡ് അറ്റ് ദ എവറി ബിഗിനിങ് ഓഫ് എ ബിസിനസ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ എൻഡ് വരെ ആവശ്യമായിട്ടുള്ള ഒരു ഫിനാൻസാണ് ഇത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. The seed capital help the entrepreneurs who do not have sufficient fund to start industry. സീഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇല്ലാത്ത, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലാത്ത ഓൺട്രപ്രണേഴ്സിന് ഫണ്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, സഹായിക്കുക. അതാണ് ഇത് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്.
ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഈ ഒരു സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏതൊക്കെ ആൾക്കാർക്കാണ് ഈ സീഡ് ക്യാപിറ്റൽ കിട്ടുക, എത്രയാണ് സീഡ് ക്യാപിറ്റൽ കിട്ടുക എന്നുള്ള ക്രൈറ്റീരിയയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ന്യൂ ജനറേഷൻ ഓൺടർപ്രണേഴ്സ് ഇൻ സ്മോൾ സ്കെയിൽ റിക്വയറിങ് സീഡ് ക്യാപിറ്റൽ ഓഫ് മോർ ദാൻ ₹4 lakh. ഈ ന്യൂ ആയിട്ട് സ്മോൾ സ്കെയിൽ ബിസിനസ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിന് എത്ര സീഡ് ക്യാപിറ്റൽ കിട്ടും? മോർ ദാൻ ₹4 lakh, 4 ലക്ഷത്തിന് മുകളിൽ ഉള്ള സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടും. രണ്ടാമത്തത്, സ്മോൾ സ്കെയിൽ ഓൺടർപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ ഓർ മോഡേണൈസേഷൻ. സ്മോൾ സ്കെയിൽ ഓൺടർപ്രണേഴ്സ് പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഓർഗനൈസേഷൻ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക? ഫിനാൻസ്, അവർക്ക് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടും. നെക്സ്റ്റ്, ഓൺടർപ്രണേഴ്സ് ഇൻറ്റൻഡിങ് ടു സെറ്റപ്പ് എ പ്രൊജക്റ്റ് ഇൻ ദ മീഡിയം സെക്ടർ ഫോർ ഫസ്റ്റ് ടൈം. മീഡിയം സെക്ടറിൽ ഓൺടർപ്രണേഴ്സ് ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഓൺടർപ്രണേഴ്സിന് എന്ത് ചെയ്യും? ഈ ഒരു അസിസ്റ്റൻസ്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടും. Then entrepreneurs already in medium sector and intending to undertake diversification for accessing better viability. ഒരു ഓൺടർപ്രണേഴ്സ് എന്താ ഓൾറെഡി ഇൻ മീഡിയം സെക്ടറിലാണ്. മീഡിയം സെക്ടറിലുള്ള ആൾക്കാർ ഫസ്റ്റ് ടൈമിലാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഈ ഒരു സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ഓൺടർപ്രണർ ഓൾറെഡി എന്താ മീഡിയം സെക്ടറിലാണ് ഉള്ളത്. ആ മീഡിയം സെക്ടറിലുള്ള അയാളുടെ ബിസിനസ് ഒന്നുകൂടി എന്ത് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത്, ബിക്കോസ് ഓഫ് ബെറ്റർ വയബിലിറ്റി, ബെറ്റർ ആയിട്ടുള്ള നല്ല വയബിലിറ്റിയും നല്ല ആക്സസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഒന്നുകൂടെ എന്ത് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത്, അങ്ങനത്തെ ആൾക്കാർക്കും എന്ത് ചെയ്യും? ഈ ഒരു സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസിന് എലിജിബിൾ ആണ്. നെക്സ്റ്റ്, entrepreneurs seeking additional seed capital to meet project cost, overrun cost by factors beyond their control. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷന് നമ്മുടെ കൺട്രോളിലാകണമെന്നില്ല, അത് നമ്മുടെ കൺട്രോളിൽ നിന്നും എന്ത് ചെയ്യാം? പുറത്തു പോകും. കാരണം ഒരുപാട് എക്കണോമിക്കലി ആയിട്ടുള്ള എന്തെങ്കിലും ഡിപ്രഷനും കാര്യങ്ങളും, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്നുള്ള നമ്മുടെ കൺട്രോളിലല്ലാത്ത പൊല്യൂഷൻ, എർത്ത് കേക്സ്, ഫ്ലഡ്, അതൊക്കെ വരുമ്പോൾ നമ്മളുടെ എന്താവും? നമ്മുടെ കൺട്രോളിലാവില്ല. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ പക്ക എന്താവും? ലോസിലോട്ട് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, കാരണം എക്കണോമി ഓൾ ഓവർ ദ എക്കണോമി എന്താ ബാലൻസ്ഡ് ആവില്ല, കാരണം അത് ലോസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക ഇങ്ങനത്തെ ഓരോരോ കേസ് വരുമ്പോൾ. അങ്ങനെ ഈ കൺട്രോളിലല്ലാത്ത കേസുകൾ വരുമ്പോൾ ആ കേസുകൾ മീറ്റ് ചെയ്യാനും എന്താ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺടർപ്രണേഴ്സിന്. ദീസ് ആർ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. നെക്സ്റ്റ്, എമൗണ്ട്സ് ആൻഡ് മോഡ് ഓഫ് അസിസ്റ്റൻസ്. എത്രയാണ് എമൗണ്ട് ഓൺടർപ്രണേഴ്സിന് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ടാണ് കൊടുക്കുന്നതെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് സീഡ് ക്യാപിറ്റൽ ആണ്. The amount of seed capital assistance for project shall not exceed ₹15 lakh. ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ഓൺടർപ്രണേഴ്സിന് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അസിസ്റ്റൻസ് എത്രയിൽ കൂടാൻ പാടില്ല? ഷാൾ നോട്ട് എക്സീഡ് ₹15 lakh. 15 ലക്ഷത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. അതിന് മുകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് വേറെ എന്തെങ്കിലും രൂപത്തിലുള്ള അസിസ്റ്റൻസ്, ബാങ്ക് കൊടുക്കുന്ന ലോൺസോ അല്ലെങ്കിൽ അഡ്വാൻസോ അങ്ങനത്തെ ഏതെങ്കിലും അസിസ്റ്റൻസ് ആയിരിക്കും ബാങ്ക് കൊടുക്കുക. നെക്സ്റ്റ്, ദ അസിസ്റ്റൻസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ് ലോൺസ്. ഈ ഒരു അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഓൺടർപ്രണേഴ്സിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഓൺടർപ്രണേഴ്സിന് കൊടുക്കുമ്പോൾ അത് എന്ത് ഫോമിലായിരിക്കണം? സോഫ്റ്റ് ലോൺസ് ഫോമിലായിരിക്കണം. സോഫ്റ്റ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, അതായത് ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അറ്റ് ദ റേറ്റ് ഓഫ് 6%, 8% എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും ബാങ്കിന്. പക്ഷേ ഈ ഒരു സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഓൺലി പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? പേ ചെയ്താൽ മതി. അസിസ്റ്റൻസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ് ലോൺ. സോഫ്റ്റ് ലോൺ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? അസിസ്റ്റൻസ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്. നെക്സ്റ്റ്, ദ റീപേയ്മെൻറ്റ് പീരിയഡ് ഡിപ്പെൻഡിങ് അപ്പോൺ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ യൂണിറ്റ് വിത്ത് ആൻ ഇനീഷ്യൽ മൊറട്ടോറിയം പീരിയഡ് നോട്ട് എക്സീഡിങ്
5 ഇയേഴ്സ്. ഈ റീപേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൺ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ യൂണിറ്റ്, ആ ബിസിനസ് യൂണിറ്റിൻ്റെ റീപേയിങ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അയാൾക്ക് ഇപ്പോൾ ലോൺ എടുത്ത് അയാൾ 5 വർഷത്തിനാണ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് അയാൾക്ക് അത് അടക്കാൻ കഴിഞ്ഞു എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അടച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ അയാൾക്ക് 3 വർഷം കൊണ്ട് അടച്ചെങ്കിൽ 3 വർഷം കൊണ്ട് അടച്ചിട്ട് ക്ലോസ് ചെയ്യാം. അയാളുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലോണ് റീപേ ചെയ്യാം. പക്ഷെ എന്താ, ഒരു ലോൺ ഒരിക്കലും 5 വർഷത്തിന് മുകളിൽ കൂടാൻ പാടില്ല. 5 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു എമൗണ്ട് അടച്ചു തീർക്കണം. അത് എത്ര, ഏത് 1 വർഷത്തിലോ 2 വർഷത്തിലോ 3 വർഷത്തിലോ അല്ലെങ്കിൽ 5 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു എമൗണ്ട് റീപേ ചെയ്തിരിക്കണം. ദീസ് ആർ ദ എമൗണ്ട്സ് ആൻഡ് മോഡ് ഓഫ് അസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കോ കൊടുക്കുന്ന ബിസിനസ് യൂണിറ്റ്സിന് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് ഇത് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബ്രിഡ്ജ് ഫിനാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആ ബിസിനസ് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ലോണ് സാങ്ഷൻ ചെയ്യുന്നത് മുതൽ അത് അയാളുടെ ഓൺട്രപ്രനറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഒരു ടൈം ലാഗ് ഉണ്ടായിരിക്കും. ആ ടൈം ലാഗ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ്. ദെൻ സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് വെഞ്ചറിന് ഫിനാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് സീഡ് ക്യാപിറ്റൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ് ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.